വിശ്വാസഹായ സ്നേഹനാഥവനെ, ലോകം മുഴുവന് കണ്ണുനീരിനും കഷ്ടപ്പാടിനും അതുപോലെ തന്നെ വേദനയ്ക്കുമൊക്കെയാണ് എപ്പോഴും കണ്ണും കാതുമൊക്കെ കൊടുത്ത് ജപിക്കുന്നത്. മാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുകയാണെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കരച്ചിലുകൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ വെമ്പുന്ന ഒരു മാധ്യമ സംസ്കാരം നമുക്കുണ്ട്. അതുപോലെ തന്നെ ന്യൂസുകൾ എടുത്തു നോക്കുവാണെങ്കിൽ ആരുടെയെങ്കിലും കണ്ണുനീരിനെയൊക്കെ കാഴ്ചവസ്തുക്കളായിട്ട് എടുത്തു വയ്ക്കുന്ന ഒരു മാധ്യമ സംസ്കാരവുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, എല്ലാവരും ഈ കണ്ണുനീരിന്റെ പിറകെയാണ്. TV വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 6:30 തൊട്ട് ഒരു 9:30-10 മണി വരെ കണ്ണുനീരുകളുടെ സീരിയലുകളാണ്. കരയുന്നത് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് കാണുകയാണ്. പരസ്പരവും ചന്ദനമടയും അങ്ങനെ പുകർത്തുമൊത്തുമൊക്കെ കരയുന്നവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില സംഗതികളായിട്ട് അതിലെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത് കരച്ചിലും കഷ്ടപ്പാടും കണ്ണുനീർ നിറഞ്ഞ മുഖങ്ങൾക്കുമൊക്കെയാണ് ഡിമാൻഡുകൾ. അപ്പോൾ ഈശോയുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് നോക്കണം, ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം അവൻ കണ്ണുനീരിന്റെ കഷ്ടപ്പാടിന്റെ ജീവിതത്തെക്കാൾ ഉപരി ഒരു ആനന്ദത്തിന്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ്. ജീവിതത്തിൽ ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തു നൽകുന്ന ഒന്നാണ്. സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്നതും ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തു നൽകുന്ന കാര്യവുമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആനന്ദം എന്ന് പറയുന്ന ഒരു ദൈവിക അനുഭവത്തിൽ നിന്നാണ്. ഒരുത്തൻ ആനന്ദിച്ചു എന്ന് പറയുമ്പോൾ അത് അവന്റെ ജീവിതകാലം മുഴുവൻ അവനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ആനന്ദത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതമാണ്. അവൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ, ആ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവൾ പറയുന്ന സ്തോത്രഗീതത്തിൽ, അവൾ ആലപിക്കുന്ന സ്തോത്രഗീതത്തിൽ അവൾ പറയുന്നു, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ആനന്ദം അവളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഇടയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അവൾ നിശബ്ദമായിട്ട് കടന്നു പോകുമ്പോൾ, ചിതറിപ്പോവരെ ചേർത്ത് പിടിച്ച് ബന്ധക്കുസ്ത ആഘോഷിക്കുമ്പോഴൊക്കെ ഈ ആനന്ദം അവളിൽ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നത് ഈ സ്ത്രീക്ക് ഏത് സാഹചര്യത്തിലും ഒന്ന് ചമ്പുറപ്പോടെയൊക്കെ നിൽക്കുവാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഏത് മകനാണ് ഇത്രയും വ്യാകുലമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് അത് കണ്ടു നിൽക്കാനും സാധിക്കുന്നത്? ഇത് സ്ത്രീക്കാണ് പറ്റുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയില് ഒരു വലിയ ഒരു ആനന്ദത്തിന്റെ സാക്ഷ്യം ഈ സ്ത്രീയുമായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ആനന്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായിട്ട് ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്നത് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവരുടെ അവകാശമാണ് ആനന്ദം. ജീവിതത്തില് അർത്ഥം കണ്ടെത്തിയവരുടെ അവകാശമാണ് ആനന്ദം. കാരണം നമുക്കറിയാം, നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും അതിലൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥം കണ്ടെത്തി പഠിക്കാതിരിക്കുമ്പം നമുക്കത് മനസ്സിലാകത്തില്ല. കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെയാണ്, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുമെന്ന് പറയും. ഇംഗ്ലീഷും മറ്റു ലാംഗ്വേജും ഒക്കെ പഠിക്കുമ്പോൾ ആദ്യമേ ടീച്ചേഴ്സ് പറയുന്ന, കുഞ്ഞുങ്ങളെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്? അത് ജീവിത അവസാനം വരെ അവന്റെ തലയിലും അവന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കണമെന്നാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബം എന്ന് പറയുന്ന ആ കൂടാരത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടപ്പോഴാണ് കോലാഹലങ്ങൾ ഉണ്ടായത്. കുടുംബം എന്ന കൂടാരത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു. അതുകൊണ്ടൊക്കെ തന്നെ അത് ആനന്ദത്തിന്റെ ഭവനമല്ല. ഇന്ന് ഈ ലോകത്തിലെ എവിടെയൊക്കെ കുടുംബം ആനന്ദത്തിന്റെ ഭവനമായിട്ടുണ്ടോ അവിടെയൊക്കെ കുടുംബം ആനന്ദത്തിന്റെ അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. കൂടെയുള്ളവരുടെ അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊന്ന് തിരുത്തി ചിന്തിക്കണം. നമുക്ക് ചിന്തയുണ്ട്, പക്ഷെ ആ ചിന്ത ഒന്ന് തിരുത്തി ചിന്തിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾക്ക് വേണ്ടത് തിരുത്താണ് വേണ്ടത്. തുരുത്തുകളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തില് ഇന്ന് വേണ്ടത് തിരുത്താണ്. തിരുത്തെന്ന് പറയുന്നത് ഇതുവരെ സംഭവിച്ചതിനൊക്കെ വെട്ടി ഒന്ന് മാറ്റി എഴുതുന്ന ജീവിത രീതിയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ആനന്ദിക്കുന്നവന്റെ ജീവിതം അർത്ഥമുള്ളതാണെന്നാണ് പറയുക.
ക്രിസ്തു ആനന്ദിച്ചു, പരിശുദ്ധ കന്യാമറിയം ആനന്ദിച്ചു, അല്ലെങ്കിൽ ബൈബിളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളൊക്കെ ആനന്ദമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അവർ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, എന്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ കണ്ടെത്തിയില്ല. നാളിതുവരെ 10-30 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്നും കുടുംബ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിവാഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളുടെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നും SSLC പരീക്ഷയ്ക്ക് 10 മാർക്കിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കുടുംബജീവിതത്തിൽ അർത്ഥം കണ്ടെത്താതെ നിൽക്കുന്ന കുടുംബങ്ങളുടെ മക്കളെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ സീരിയലുകളൊക്കെയാ ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളാണ്. നമ്മളൊക്കെ സീരിയലുകളാണ് ജീവിക്കുന്ന ജീവിതമെന്ന് പരസ്പരത്തിലെ ജീവിതവും അല്ലെങ്കിൽ കർത്തവത്തിലെ ജീവിതവുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യും. പക്ഷേ അതിനുമപ്പുറം നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം. പലപ്പോഴും പല വീടുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഇവരൊക്കെ ഈ സീരിയലുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും കഥ അവരുടെ ജീവിതത്തെ വിവരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നത് ഈ സീരിയലുകളുടെ പശ്ചാത്തലത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഇതൊക്കെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ ഈ സീരിയലുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത്. മറിച്ച് ഈ സീരിയലുകൾക്ക് അപ്പുറം ജീവിതം ഒരു സീരിയസ് ആണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സീരിയലുകൾക്കപ്പുറം ജീവിതത്തെ ഒന്ന് സീരിയസ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നില്ല എന്നത് ഭയങ്കര ഒരു പരാജയം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓർക്കണം, എന്റെ ജീവിതത്തിൽ ഞാൻ അർത്ഥം കണ്ടെത്തിയിട്ടും ക്രിസ്തു കുറ്റിയടിക്കപ്പെടുന്ന ജീവിതത്തിലൊക്കെയുള്ള അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കഴിയുമ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് ആനന്ദം കടന്നു വരുന്നത്. അതുവരെ ദൈവദൂതൻ അവളുടെ ഉള്ളിലേക്ക് വചനം നിക്ഷേപിക്കുമ്പോൾ അവൾ അസ്വസ്ഥയാണ്. എന്നാൽ ആ അസ്വസ്ഥത കഴിയുമ്പോൾ കർത്താവ് തന്റെ ജീവിതത്തിൽ കുറ്റിയടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്തോത്രഗീതം ആലപിക്കുകയാണ്. എന്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ ഓർക്കുക, കുടുംബം എന്ന് പറയുന്ന ഈ പശ്ചാത്തലം ക്രിസ്തുവിനാൽ അർത്ഥം കണ്ടെത്തണം. ക്രിസ്തുവിനാൽ അർത്ഥം കണ്ടെത്തണം. ഈ അർത്ഥം കണ്ടെത്തുന്ന ജീവിതങ്ങൾക്ക് വലിയൊരു അവകാശമാണെന്ന് പറയുവാൻ സാധിക്കും. എപ്പോഴും ഏത് കാലാവസ്ഥയിലും തന്റെ ജീവിതത്തിൽ തമ്പുരാൻ അർത്ഥം നൽകുന്നത് കൊണ്ട് അതൊരു അവകാശമാണെന്ന് പറയുവാൻ സാധിക്കും. നമുക്കറിയാം, അവകാശങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം ഇന്നും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവർക്കും ആഗ്രഹം. എവിടെ പോയാലും ഇതെന്റെ അവകാശമാണെന്ന് ഈ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി എല്ലാവരും. നമുക്കറിയാം, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം കടമകളും അവകാശങ്ങളുമുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം കടമകളെ കുറിച്ചാണ്. കുടുംബജീവിതത്തിൽ പല അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നുണ്ട്. സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ സ്നേഹം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ പരിഗണന അവകാശപ്പെട്ടതാണ്. എന്നാൽ കടമകളെ കുറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒരു കരുതൽ സൂക്ഷിച്ചിട്ടുണ്ട്. കടമകൾ എന്ന് പറയുന്നത് ഓരോൻ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ആ പൗരൻ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യം അവന് പല അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ പൗരൻ തന്റെ ജീവിതം കൊണ്ട് ചില കടമകളൊക്കെ ആ രാജ്യത്തോട് ചെയ്തു തീർക്കണം. ഇതുപോലെ തന്നെ കുടുംബം അവകാശമുണ്ട് പല കാര്യങ്ങളിലും. അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവൻ പല കടമകളും ഉള്ളവനായിട്ട് മാറണം. പല കടമകളുടെയും കൂട്ടുകാരനായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മക്കളെ വളർത്തുന്നത്, ജീവിത പങ്കാളിയെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നത്. ഈശോ പറയുന്നത് നിന്നെ പോലെ തന്നെ നീ സ്നേഹിച്ചു തുടങ്ങുക എന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ വാക്കുകളൊക്കെ നമ്മൾ അളന്ന് കുറിച്ചെന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശോ പറയുന്നത്. നിനക്ക് നിന്നെ എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം. പലപ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇവനെന്നെ സ്നേഹിക്കുന്നില്ല, മക്കളെന്നെ സ്നേഹിക്കുന്നില്ല. നമ്മളൊന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു തുടങ്ങണം. പലപ്പോഴും മനുഷ്യരൊക്കെ പറ്റിപ്പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങുന്നില്ല. എല്ലാവരും ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, എവിടെ ചെന്നാലും മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്നാണ്. പക്ഷെ അങ്ങോട്ട് പോകുവാനുള്ളൊരു തയ്യാറെടുപ്പ് ആരും കാണിക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. അങ്ങോട്ട് പോകുവാനുള്ളത് ക്രിസ്തുവിന്റെ ഒരു ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നതോടൊപ്പം തന്നെ ക്രിസ്തു അങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈശോ സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
നോക്കുക, ഇന്ന് നമ്മൾ വായിക്കേണ്ട സുവിശേഷത്തിലെ നമ്മളാണ് സക്കേവൂസിന്റെ ഉപമാനം എടുക്കുക. ഈശോ അവന്റെ മരച്ചുവടുകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അവൻ ആയിരിക്കുന്ന മരത്തിന്റെ ചുവടുകളിലേക്ക് ക്രിസ്തു സഞ്ചരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു തരത്തിലൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മൾ അപരനിലേക്കൊന്ന് സഞ്ചരിക്കണം. നമ്മുടെ കൂടെയുള്ളവരിലേക്കൊക്കെ സഞ്ചരിക്കണം. ഇന്ന് കുടുംബത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആർക്കും ആരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ്. ആർക്കും ആരുമായിട്ടുള്ള ബന്ധങ്ങളില്ല. അപ്പനെന്തിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ ഊന്നൊക്കെയാ കുഞ്ഞുങ്ങൾ പറയുന്നത്. അക്ഷരമാലകൾ പഠിക്കുന്നത് അപ്പനെന്തിന്ന് ചോദിക്കുമ്പോഴാ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഓർക്കുക, എന്റെ മക്കൾക്ക് എന്റെ സാന്നിധ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നതല്ല. എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതല്ല. ഒരിക്കല് ഒരു കുടുംബത്തില് ഒരു മകൻ തന്റെ അമ്മയോട് ചോദിക്കുകയാണ്, ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തിയെ വീട്ടിൽ കണ്ടപ്പോൾ. കാരണം ഇതാരാണെന്ന്. കാരണം ഇത് മറ്റൊന്നുമല്ല, ഈ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാണ് ഇവന്റെ അപ്പം വീട്ടിൽ വരുന്നത്. ഇവൻ ഉണരുന്നതിന് മുമ്പ് ഇവന്റെ അപ്പൻ ജോലിക്ക് പോവുകയും ചെയ്യും. ഈ കുഞ്ഞ് ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവധി ദിവസത്തിൽ ഈ കുഞ്ഞ് ഈ മനുഷ്യനെ കണ്ടപ്പോൾ അമ്മയോട് ചോദിക്കും, ഇതാരാണ്. ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെ, ഒരു കാലാവസ്ഥയൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എത്രമാത്രം അപരനിലേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കുന്നുണ്ട്. വല്ലപ്പോഴുമൊക്കെ കുടുംബത്തിലുള്ളവരെ ഒന്ന് ചേർത്ത് പിടിച്ച് സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? വല്ലപ്പോഴുമൊക്കെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരു യാത്ര പോകുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒറ്റയ്ക്ക് നടക്കാനാണ് താല്പര്യം. ഒറ്റയ്ക്ക് നടക്കുന്നവരൊക്കെ ഒറ്റയാന്മാരായിട്ട് മാറുന്ന ഒരു കാലഘട്ടം, ഒറ്റക്കൊടുക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയാണോ എന്റെ ജീവിതത്തിൽ? ഒറ്റയ്ക്ക് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒന്ന് ചിന്തിക്കേണ്ട നല്ലതാണ്. പണ്ടൊക്കെ അപ്പന്റെയും അമ്മയുടെയും വിരൽത്തുമ്പി പിടിച്ച് നടക്കുന്ന മക്കളുടെ ചിത്രങ്ങളൊക്കെ ഇന്ന് മങ്ങിപ്പോയി കഴിഞ്ഞു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അപ്പന്റെയും അമ്മയുടെ വിരൽത്തുമ്പി പിടിക്കുവാൻ പോലും നാണക്കേടാണ്. കാലം മാറി. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ ഒരു വിശാലമായ മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെയൊക്കെ കാണണമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമ്മളെ ക്രിസ്തു പഠിപ്പിക്കുന്ന ക്രിസ്തു ഒപ്പം നടക്കുന്നവനാണ്. എല്ലാവരുടെ ഒപ്പം നടക്കുന്നവനാണ് ക്രിസ്തു. വചനത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ശിഷ്യന്മാരുടെ ഒപ്പം നടക്കുന്ന ക്രിസ്തു, അതുപോലെ അകന്നു പോകുന്നവരുടെ പോലും ഒപ്പം നടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് സുവിശേഷം വ്യക്തമാക്കുന്നത്. എമ്മാവൂസ് അനുഭവത്തിലൂടെയൊക്കെ അകന്നു പോകുമ്പോഴും അവരുടെ അടുത്തുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യത്തെ കുറിച്ചൊക്കെ പറയുന്നു. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ ഉള്ളവര് ദൈവം ഉള്ളതായിട്ട് തന്നവരുടെ ഒക്കെ ഉറ്റവരായിട്ട് നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ അർത്ഥം കണ്ടെത്തുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ഒരു കുടുംബത്തിൽ ഞാൻ അർത്ഥം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാ. ഉറ്റവരുടെയും ഉടയവരുടെയും ഉണർവായിട്ട് മാറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരുടെ കൂട്ടം ചേർന്ന് നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്? ഇതൊക്കെ ഇല്ല ഇന്നത്തെ കുടുംബത്തിൽ. നമ്മളവർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഇതിന് വേണ്ടത്ര വില കൊടുക്കുന്നില്ല എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ലോകത്തിന് വേണ്ടത് വലിയ വലിയ ആശയങ്ങളാണ്. വലിയ വലിയ ആശയങ്ങളെ ആമാശയങ്ങളെ നമുക്ക് ഇൻവെർട്ടഡ് കോമയിലിട്ട് ലോകം സ്വീകരിക്കുക. അപ്പോൾ ക്രിസ്തു പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് ഇന്ന് വിലയില്ല എന്നതാണ് സത്യം. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞ് എന്റെ അപ്പനും അമ്മയും പറഞ്ഞ്, മോനെ മറ്റുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കണം. ഇത് വിദ്യാഭ്യാസമില്ലാത്ത എന്റെ അപ്പനും അമ്മയും പറയുന്ന ഒരു കാര്യമായിരിക്കും. അതേ സെയിം കാര്യം തന്നെ ഒരു മഹത് വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻവെർട്ടഡ് കോമയിലിട്ട് സ്വീകരിക്കും. ഇന്ന വ്യക്തി ഇന്നത് പറഞ്ഞല്ലോ, അത് ഭയങ്കര മഹത് വചനമാണെന്ന്. പക്ഷെ അതേ കാര്യം തന്നെ വിദ്യാഭ്യാസമില്ലാത്ത എന്റെ അപ്പനും അമ്മയും തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിനെ വേസ്റ്റ് ആയിട്ട് കരുതി. എന്നാൽ അതേ കാര്യം തന്നെ വിദ്യാഭ്യാസമുള്ള ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അതിനെ വലിയ മഹത് വചനങ്ങളായിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആനന്ദം എന്ന് പറയുന്നത് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവരുടെ ജീവിതമാണ്. ആനന്ദം എന്ന് പറയുന്ന ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവരുടെ അവകാശമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എത്രമാത്രം ഈ ലോകത്തിലൂടെ കടന്നുപോയാലും ഈ ഒരു ആനന്ദത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കരുത്. രണ്ടാമതായിട്ട്, ആശ്രയിക്കുന്നവർക്ക് കർത്താവിൽ ആഴമുള്ള ജീവിതമുണ്ട്. രണ്ടാമതായി, ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു ആശ്രയത്വമുണ്ട് ആനന്ദത്തിൽ എപ്പോഴും. നമുക്കറിയാം, ആരൊക്കെ ഒരു കുഞ്ഞ് തന്റെ ജീവിതത്തിൽ ഒരു നിഷ്കളങ്കതയോടുകൂടി ആനന്ദിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, ഒരു ആശ്രയ ബോധമുണ്ട് എപ്പോഴും.
നമുക്ക് നഷ്ടപ്പെടുന്നു. കുറേയൊക്കെ കാലം കഴിയുമ്പോൾ നമ്മൾ ആശ്രയിക്കാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാം തികഞ്ഞവരെ പോലെ നടക്കുന്ന ഒരു പ്രായമുണ്ട്. എല്ലാം തികഞ്ഞവരെ പോലെ. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോ ചിലപ്പോ അമ്മയോട് പറയും, അമ്മയെ എങ്ങനെ ഇതിനെ സഹിച്ചു, അപ്പനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവന്റെ ആശ്രയം കഴിഞ്ഞു. ചിലപ്പോ അപ്പനെ കുറിച്ച് പറയാം. ഒരു കാലഘട്ടത്തിൽ അവൻ പറയും എന്റെ അപ്പനാ ഹീറോ എന്ന് പറയും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവൻ പറയും അമ്മ 10-30 വർഷമല്ലേ എങ്ങനെ ഇയാളെ സഹിച്ചു. അപ്പൊ അതിനർത്ഥം അവൻ ആശ്രയിച്ച് തീർന്നു എന്നാണ്. അതുവരെ അവന്റെ അപ്പൻ അവന് ഹീറോ ആയിരുന്നു. എന്നാൽ ഇത്രയും പിന്നീട് അവന്റെ വളർച്ചയിൽ അവൻ കാണുന്നത് ഈ അപ്പനെ ഒരു ബേഡനായിട്ടാണ്, ഒരു ഭാരമായിട്ടാണ്. ആശ്രയിക്കാനുള്ള ഒരു കഴമ്പൊന്നും ഇനി അപ്പനിലില്ല, അല്ലെങ്കിൽ അമ്മയിലില്ല. സ്നേഹമുള്ളവനെ, ഇതൊരു അപകടമാണ്. ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിലെ, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ആഴമുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ആനന്ദം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വിശുദ്ധാത്മാക്കളെയും അതുപോലെ തന്നെ ചില വ്യക്തികളെയും ഒക്കെ നമ്മൾ ഐഡിയൽ പേഴ്സൺ ആയിട്ട് എടുത്തു വെക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, അവരൊക്കെ ജീവിതത്തിന്റെ ആഴങ്ങൾ കണ്ടെത്തിയവരാ, ജീവിതത്തിൽ വ്യക്തമായ അർത്ഥങ്ങൾ കണ്ടെത്തിയവരാ. അവരൊക്കെ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധാത്മാക്കളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്, ചില വ്യക്തികളെ കാണാൻ പറയുന്നത് വിശുദ്ധ ചൈതന്യമുള്ള വ്യക്തികളാണെന്നൊക്കെ പറയുന്നുണ്ടാ. ഇവർക്കൊക്കെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളും ആഴവും ഉള്ളതുകൊണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടത് മറ്റൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ തമ്പുരാൻ നൽകുന്ന കാര്യങ്ങളിൽ ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: പങ്കുവെക്കുന്നതിന്റെയും പൗത്രതയുടെയും ഒക്കെ പരിസരങ്ങളെ പരിചയപ്പെടണം. കുടുംബം എന്ന് പറയുന്നത് പവിത്രമാണ്. അതിലൂടെ പങ്കുവെപ്പുണ്ട്. അതിന്റെ ആ പരിസരങ്ങളൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ ആഴമുള്ള ജീവിതവും ആനന്ദവും എന്നൊക്കെ പറയുമ്പോൾ ഈ പങ്കുവെക്കുന്നതിന്റെയും പവിത്രതയുടെയും ഒക്കെ പരിസരങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ഒന്നാമതായിട്ട് ഈ പങ്കുവെക്കല് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പൊ അറിയില്ല. ഇപ്പോൾ പല കുടുംബങ്ങളിൽ, ചില കുടുംബങ്ങളിൽ എന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ അമ്മമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തു പഠിപ്പിക്കണം. കാരണം ഇന്ന് കൊടുക്കുവാൻ അറിയുന്നില്ല. കീശയിലാക്കുവാനും വെട്ടിപ്പിടിക്കുവാനും മൂടി വെക്കുവാനും പൂഴ്ത്തി വെക്കുവാനും ഒക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് കൊടുത്തു പഠിക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുത്തു പഠിപ്പിക്കണം. കാരണം ഇന്ന് ആ ഒരു ശീലങ്ങൾ, ചെറിയ ശീലമായിരിക്കും, പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോയി. പണ്ടൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരെ കൊണ്ട് കൊടുപ്പിക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും വന്ന ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ കയ്യിലാണ് ഒരു പിടി അരി എടുത്ത് അമ്മ കൊടുത്തു വിടുന്നത്, മോനെ കൊണ്ട് കൊടുക്ക്. ഇന്ന് എത്ര കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വിശന്ന് വരുമ്പോൾ അറിയാം, ദാഹിച്ചിട്ട് മോനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്ക്. പണ്ടത്തെ അമ്മമാരെ പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് ദാഹിച്ചു വരുന്ന അപ്പന് പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പരിതാപകരം. ദാഹിച്ചു വരുന്ന അപ്പന്, വിയർപ്പൊലിച്ച് വിശന്ന് വലിഞ്ഞു വരുന്ന അപ്പന് പോലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് പരിതാപകരം. അവര് അന്തസ്സായിട്ട് സ്ക്വാഷ് കലക്കി അവർ മുന്നിൽ വെച്ച് കുടിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ. സ്നേഹമുള്ളവരെ, പങ്കുവെക്കുന്നതിന്റെ പവിത്രത, ഇത് വെള്ളം കൊടുക്കുന്നത് പങ്കുവെക്കൽ മാത്രമല്ല, മറിച്ച് കിട്ടിയ മൂല്യങ്ങൾ. നമ്മൾ കൺവെൻഷനിൽ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ടായി, മുലപ്പാലിനൊപ്പം മൂല്യങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മുലപ്പാലിനൊപ്പം മൂല്യങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അച്ഛൻ പറഞ്ഞു, തമ്പുരാനെ കൈവിട്ട ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് അച്ഛൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്പുരാനെ കൈവിട്ടപ്പോൾ തറവാട് ക്ഷയിച്ചു, തമ്പുരാനെ കൈവിട്ടപ്പോൾ താന്തോന്നികൾ ജനിച്ചു, തമ്പുരാനെ കൈവിട്ടപ്പോൾ തലമുറകൾ നശിച്ചു. സ്നേഹമുള്ളവരെ, ഇതൊക്കെ സത്യങ്ങളാണ്. ഈ ആഴമുള്ള ബോധ്യങ്ങളൊക്കെ കുടുംബത്തിൽ നഷ്ടപ്പെടുകയും മൂല്യശോഷണമൊക്കെ സംഭവിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഓർക്കുക, ഈ പവിത്രമായ ചില നല്ല കാര്യങ്ങളുണ്ട്, പവിത്രമായ ചില ആഴമേറിയ ബോധ്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ ഒരു വചനം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്, പ്രായോഗികമായ കാര്യങ്ങൾ. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രായോഗികമാണ്. ഒരിക്കലും ക്രിസ്തു ഗഹനമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിച്ചത്. അവൻ സാധാരണക്കാരന്റെ രീതിയോട് ചേർന്ന് ജീവിച്ചത് അതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഇന്നും നാം എല്ലാവർക്കും ആദ്യം എന്ന് പറയുന്നത് മക്കളെ കുറിച്ച്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മിക്ക മാതാപിതാക്കൾക്കും ആദ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ച്. ഒന്നുകിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെച്ച കോലാഹലങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച കടകളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച
അബദ്ധങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന വഴികളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിലൊക്കെ പതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുത്തത്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പഠിപ്പിച്ച് ഇവരൊക്കെയും സ്മാർട്ടാകുമെന്ന് പഠിപ്പിച്ചു. ഇന്ന് സ്മാർട്ടായിട്ടില്ല അവര്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കഴിഞ്ഞ രാത്രി ആരാധനയ്ക്ക് ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തുമാത്രം നിങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ ഭയങ്കര ജാഗ്രത കാണിച്ചു. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ CBSE ICSE തന്നെ എന്റെ മകളെ പഠിപ്പിക്കുന്നു, അല്ല മകനെ പഠിപ്പിക്കുന്നു. എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മകനെയും മകളെയും ഒക്കെ നല്ല ഭക്ഷണം കൊടുത്തു, ബൂസ്റ്റും കോംപ്ലാനും എന്ത് വേണം ഇട്ടുകൊടുക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ത് പഠിപ്പിച്ചു? നിങ്ങൾക്ക് കിട്ടി ആത്മീയത കിട്ടി, അത് കൈമാറിയില്ല. ദൈവഭയം കിട്ടി, അത് കൈമാറിയില്ല. മാനുഷിക മൂല്യങ്ങളും ദൈവിക മൂല്യങ്ങളും ഒക്കെ കിട്ടി, അത് കൈമാറിയില്ല. കിട്ടിയത് മറച്ചു പിടിച്ചത്, കിട്ടാത്തത് കൊടുത്തു പഠിപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഓർക്കുക, കിട്ടിയത് എനിക്ക് എത്രമാത്രം ഞാൻ എനിക്ക് ദാരിദ്ര്യം ഞാൻ അനുഭവിച്ചു. ആ ദാരിദ്ര്യം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ദാരിദ്ര്യ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മുണ്ടുമുറുക്കി ഉടുത്ത് കടന്നുപോയ രാത്രികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കുട്ടനാടിലൊക്കെയാണ് ചെയ്യുന്നത്. ഒരു കട്ടിലിന്റെ പുറത്ത് നേരം വെളുപ്പിച്ച രാത്രികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സ്നേഹമുള്ളവർ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീര് പൊടിയുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കരയാൻ അറിയത്തില്ല. പണ്ടൊക്കെ ഒരുപാട് കരഞ്ഞത് കൊണ്ടൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ബലമുള്ള ജീവിതവുമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊക്കെയാണ് ഇന്ന് ഉറപ്പുള്ള ജീവിതമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കരയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളെ കരയാൻ പഠിപ്പിച്ചിട്ടില്ല. സ്നേഹിക്കുവാനും സ്നേഹിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കരയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കരയാൻ എന്താണെന്ന് അറിയത്തില്ല. കാര്യസാധ്യത്തിന് വേണ്ടി കരയാനല്ല, മറിച്ച് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കാതെ പോയ വഴികളെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത നന്മകളെ കുറിച്ച് കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് എത്ര കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കരയുന്നുണ്ട്. കാപട്യങ്ങൾ കൊണ്ട്, മുഖമൂടികൾ മെനഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ ജീവിക്കുക. ഞാനൊക്കെ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത്. ഇന്ന് കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊന്നും അന്വേഷിക്കുവാൻ നമുക്ക് സമയമില്ല. ഈ ഒരു ആനന്ദം എന്ന് പറയുന്ന വാക്ക് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ആനന്ദം എന്ന് പറയുന്നത് കുടുംബത്തിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു പരിസരങ്ങളിലൂടെ എല്ലാം കടന്നു പോകണം, കയറി ഇറങ്ങണം. വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥി വീടാന്തരം കയറി ഇറങ്ങുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ വഴികളിലൂടെയും കയറി ഇറങ്ങണം. ചിരിക്കുന്ന മുഖവും സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് കുടുംബത്തിൽ ആഴമുള്ള ആനന്ദ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇന്ന് ചില മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം ബന്ധമുള്ള കുടുംബങ്ങൾ ഇന്നുമുണ്ട്. ഈ ഒരു പുതിയ കാലഘട്ടത്തിലും നല്ല ആഴമുള്ള ബന്ധങ്ങളുണ്ട്, അർത്ഥമുള്ള ആനന്ദമുള്ള ബന്ധങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയതും കിട്ടാത്തതുമായ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ പരസ്പരം പഠിപ്പിച്ചു. എല്ലാ ദിവസവും ഓരോ ദിവസവും രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ആ ദിവസത്തെ വിലയിരുത്തുന്ന കുടുംബങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ ഓർക്കുന്നൊന്നും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കയറി കിടന്ന് ഉറങ്ങുന്ന കുടുംബങ്ങളെയൊക്കെ ഉപരി ഇന്ന് ചില കുടുംബങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവര് ഓരോ ദിവസത്തിന് പ്രഭാതം മുതൽ അവസാനം വരെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്ന കുടുംബങ്ങളുണ്ട്. ഇത് വലിയ IAS-കാരന്റെ വീടൊന്നുമല്ല, സാധാരണ കൂലിപ്പണിക്കാരന്റെ വീട്ടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഈ കൂലിപ്പണിക്കാരനെ ആര് പഠിപ്പിച്ചത് കാര്യങ്ങളൊക്കെ? ഈ കൂലിപ്പണിക്കാരനെ ആരാ പഠിപ്പിച്ചതൊക്കെ? അവന്റെ അനുഭവങ്ങളിൽ നിന്നും അയൽപക്കത്തെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ ഒപ്പിയെടുത്ത സത്യങ്ങളായതൊക്കെ. സ്നേഹമുള്ളവരെ ഓർക്കുക, സാധാരണ ആൾക്കാർ പോലും അവരുടെ ജീവിതത്തെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചും ജീവിത പങ്കാളിയെ കുറിച്ചും വ്യക്തമായി വിലയിരുത്തിയിട്ട് അടുത്ത ദിവസങ്ങളിലേക്ക് പോകുന്നത്. അടുത്ത ദിവസങ്ങളിലേക്ക് ഇന്ന് പറ്റിയ പിഴവ് നാളെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന കുടുംബങ്ങൾ ഇന്നും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ആനന്ദം എന്ന് പറയുന്നത് ഇങ്ങനെ വിലയിരുത്തപ്പെടുന്ന ജീവിതത്തിൽ ആഴമേറിയ ഒരു കാര്യമാണ്. വിലയിരുത്തപ്പെടുന്ന ജീവിതത്തിലൊക്കെ ഇങ്ങനെ ആഴമേറിയ ബോധ്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ.
അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, വലിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, അർത്ഥമുള്ളതും ശുദ്ധിയുമുള്ളതും ആഴമുള്ളതുമായ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി. ഇത് ക്രിസ്തു നൽകുന്നതാണ്. ഇത് ക്രിസ്തു നൽകുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം ആനന്ദിച്ചെന്ന് പറയുമ്പോൾ അവൻ ഓരോ നിമിഷവും അവനെ വിലയിരുത്തിയിട്ടുണ്ട്. അവൻ ഓരോ ദിവസവും അവനെ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് ജനതയിലേക്ക് പോയി അവൻ പിതാവുമായിട്ട് സംസാരിച്ചു. അവനെ തന്നെ വിലയിരുത്തുകയാണ്. അവന്റെ പിതാവിന്റെ പദ്ധതി പ്രകാരമാണ് അവൻ നടക്കുന്നത്, അവൻ ചിന്തിക്കുന്നത്, അവൻ വായിക്കുന്നത്, അവൻ പ്രവർത്തിക്കുന്നത്, അവൻ സംസാരിക്കുന്നത്. ഇതെല്ലാം ക്രിസ്തു വിലയിരുത്തുകയാണ് അവന്റെ ജീവിതത്തെ കുറിച്ച്. അതുകൊണ്ടൊക്കെ തന്നെ എന്തുപറ്റി? അവനെ ആനന്ദമാണ് ലോകത്തോട് പറഞ്ഞ്, ആനന്ദിക്കുന്ന കാര്യങ്ങൾ, വ്യക്തമായ കാര്യങ്ങൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെ കുറിച്ച്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ഈ ആനന്ദത്തിൽ എന്ത് കോട്ടം നെറ്റി എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഈ ചില കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോകാറുണ്ട്. നമുക്ക് കടമകളായിട്ടും കാരുണ്യമായിട്ടും കർത്താവിനെ നോക്കി പഠിപ്പിച്ച ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയോ കാര്യങ്ങൾ ഓരോ ദിവസവും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും ഈ പ്രകൃതിയിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നത് പോലെ എന്റെ ജീവിതത്തിൽ നിന്നും നല്ലതായിട്ട് തിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പുഷ്പിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഫലം ചൂടി നിൽക്കുന്ന നന്മകളൊക്കെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തപ്പെടുന്നുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ടും മറ്റ് സന്ദർഭങ്ങൾ കൊണ്ടുമൊക്കെ. ഒരു കുഞ്ഞ് ഒരു സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞ് പലരുമായിട്ട് സൗഹൃദം പുലർത്തുന്നു. ഈ സൗഹൃദത്തിനിടയിൽ ഇവരിൽ നഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചിന്തിക്കുക. നമ്മൾ കണ്ണു തുറന്ന് കാണണം. എന്റെ കുഞ്ഞ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ പഠിച്ചൊപ്പിയെടുത്തോണ്ട് വരുമെന്ന് ആരും ചിന്തിക്കരുത്. അവിടെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒപ്പിയെടുത്ത് വരുമെന്ന് ചിന്തിക്കണ്ട. ഇവൻ കാർബൺ കോപ്പിയൊന്നുമല്ല, മറിച്ച് ഈ കുഞ്ഞിന്റെ കണ്ണിലൂടെയും ജീവിതത്തിലൂടെയും കേൾവിയിലൂടെയൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പണ്ടൊക്കെ മക്കളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് അവൻ സേഫായിട്ട് തിരിച്ചെത്തുമെന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ. ഇന്ന് വിട്ടാൽ വിട്ട് വരുമ്പോ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട്. ഞാനൊക്കെ രാത്രിയിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഇവിടുന്ന് തൃശ്ശൂരിലൊക്കെ പോയി എഞ്ചിനീയറിംഗ് കോച്ചിങ് ഒക്കെ നടത്തിയിട്ട് വരുന്നവരുണ്ട്. ഞാനപ്പോ ഓർക്കും, ഈ കുഞ്ഞുങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവിടാം, വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും അവിടെ വന്ന് നിൽക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ തപ്പിപ്പിടിച്ച് പോവുകയാണ്. ഇപ്പൊ കണ്ടക്ടർമാര് ചോദിക്കും, മക്കളെ വീട്ടിൽ ആരെങ്കിലും വന്ന് സ്റ്റാൻഡിൽ നിൽക്കുവോ? എന്താണെന്നറിയത്തില്ല. ഇത്രമാത്രം കരുതലില്ലാത്ത ഒരു കുടുംബത്തിലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥത നിറഞ്ഞ കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? കരുതലില്ല. കുഞ്ഞുങ്ങൾ വന്ന് ചില വീട്ടിലൊക്കെ അവളെന്തി അല്ലെങ്കിൽ അവനെന്തി എന്ന് ചോദിച്ചു, അച്ഛാ അവനങ്ങ് വന്നോളൂ. എന്തുവാണ് നമ്മൾ കൊടുക്കേണ്ട ചില കരുതലുകൾ കൊടുക്കണം. അമിതമായിട്ട് കൊടുക്കുന്നതിന് പകരം കൊടുക്കേണ്ട കരുതൽ കൊടുക്കണം. ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട്, സ്ത്രീകൾ രാത്രിയിൽ എവിടെ വണ്ടി നിർത്താൻ പറഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണമെന്ന്. എന്തുകൊണ്ടാ? സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ചുറ്റുപാടുകളും നിയമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം താമരശ്ശേരി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനിരുന്ന ബസ്സിൽ ഒരു 5-8 പെൺകുട്ടികൾ, അവര് പല സ്ഥലങ്ങളിലായിട്ട് ഇറങ്ങുക. ഞാൻ ഒരു സ്ഥലത്തും കണ്ടില്ല അവരുടെ മാതാപിതാക്കൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. കണ്ടക്ടറിന് ആദ്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളെ സേഫായിട്ടാണ് ഇറക്കി വിടുന്നത്. എന്നിട്ട് കണ്ടക്ടർ വണ്ടി നിർത്തി പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. സ്നേഹമുള്ളവരെ, ഓർക്കണം, ഇങ്ങനെ കാലഹരണപ്പെട്ടു പോവുകയാണ്. കരുതലുകളൊക്കെ കാലഹരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് അവന്റെ കൂടെ ചേർന്നവരോടും അവനിൽ അകന്നു പോയവരോട് പോലും കരുതലുണ്ടായിരുന്നു. ക്രിസ്തുവിന് അവന്റെ കൂടെ ചേർന്നവരോടും അവനിൽ നിന്ന് അകന്നു പോയവരോട് പോലും കരുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് 3-ാം വട്ടം തള്ളിപ്പറയുമ്പോൾ അവനെ അനുകമ്പയോടെ ക്രിസ്തു നോക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നത്. ഇത് വെറും പുസ്തകമല്ല, മറിച്ച് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ എഴുതി വെക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് വിശുദ്ധമാണെന്ന് പറയുന്നത് മനുഷ്യന്റെ വിശുദ്ധി നിറഞ്ഞ അനുഭവങ്ങളെ, ദൈവികമായ അനുഭവങ്ങൾ മനുഷ്യന് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്നും ജീവനുള്ളതാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇത് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കടന്ന് തിളയ്ക്കും.
ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചിരുന്നത്, എന്റെ വഴികൾ നല്ലതായിരുന്നു, ഞാൻ ഏറ്റെടുത്ത കടമകൾ നിർവഹിക്കപ്പെട്ടു, ഞാൻ കടന്നുപോയെന്ന വഴികളിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉള്ളിൽ തീ കാണുന്നത്? ധ്യാന പ്രസംഗ വേദികളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത്, എന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ തീ കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വയൽപ്പൂക്കളും ആകാശപ്പറവകളെ കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ അത് വയൽപ്പൂക്കളെ കുറിച്ചല്ല, ആകാശപ്പറവകളെ കുറിച്ചല്ല, അതെന്തിരിക്കുന്നു ഇല്ല. ഇത്രയും ചെറുതായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് പോലും ക്രിസ്തുവിന്റെ കണ്ണുകളിൽ വലിയൊരു സ്ഥാനമുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള ഇത്രയും ശ്രേഷ്ഠമായ ജീവിതത്തിന് സ്ഥാനം കാണാതിരിക്കുമോ എന്നാണ് ക്രിസ്തു ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മേടിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു 150 രൂപയുടെ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊന്നുമില്ല. മറിച്ച് വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുമ്പോഴും അത് ആ അപ്പത്തിന്റെ പകുതി അവരെന്നെ നൽകുമ്പോഴും സന്തോഷത്തോടെ നൽകുമ്പോഴും ഒക്കെ ഉണ്ടാകേണ്ട ഒന്നാണ്. കിട്ടുന്നതിനെയൊക്കെ പങ്കുവെച്ച് തീർത്തുകൊണ്ട് ഇതൊക്കെയാണ് എന്റെ ജീവിതമെന്ന് വിയർപ്പ് പുരണ്ട കരങ്ങളുമായിട്ട് മക്കളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരപ്പം പറയുമ്പോഴാണ് അവിടെ ഒരു ആനന്ദം ഉണ്ടാകുന്നത്. കരിപുരണ്ട മുഖവുമായിട്ട് അമ്മ അടുത്തിരുന്ന് അല്ലെങ്കിൽ ചെളിപുരണ്ട കൈകളുമായിട്ട് ഒരു പറ്റു വാരി അമ്മ വായിലേക്ക് വെച്ച് വരുമ്പോൾ അവിടെ ഉദിച്ചു നിൽക്കേണ്ടതാണ് ഈ ആനന്ദം. ഈ അമ്മയുടെ പൊള്ളിയ കരങ്ങളുമായിട്ട് എനിക്ക് ഒരു പറ്റു വാരി തന്നപ്പോൾ മകന്റെ അല്ലെങ്കിൽ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോഴാണ് അവിടെ ഒരു ആനന്ദം ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. ഇതെത്ര പേരാണ് ഇതൊക്കെ കാണുന്നത് എന്നതാണ് ബുദ്ധിമുട്ട്. എത്രയോ പേര് ഇതൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ മക്കളോട് ചോദിക്കണം, അപ്പന്റെയും അമ്മയുടെയും തഴമ്പ് നിറഞ്ഞ കൈകൾ കണ്ടിട്ടുണ്ടോ എന്ന്. ജീവിത പങ്കാളിയോട് ചോദിക്കണം, എടി നീ എന്റെ തഴമ്പുള്ള കൈകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കരിപുരണ്ട മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ജീവിത പങ്കാളി ചോദിക്കണം. ഇങ്ങനെ ചോദിക്കാറുണ്ടോ? ഇന്നാരും ആരുടെയും മുഖങ്ങൾ കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മുഖങ്ങൾ കാണാനൊക്കെ പഠിക്കണം. ഈ ഒരു ആനന്ദമൊക്കെ എന്ന് പറയുന്ന മനുഷ്യന്റെ എല്ലാവിധ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ ഈ ലോകത്ത് ഇത്രയും മാത്രം അക്രമങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഇതേ ഉള്ളൂ, ആരും ആരെയും കാണുന്നില്ല എന്നതാണ്. ഈ ആനന്ദം എന്ന് പറയുന്ന കാര്യമൊക്കെ അത് പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം, അത് വലിയതൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ അർത്ഥം കണ്ടെത്തിയവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് ഓർക്കണം, കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായ വിശുദ്ധ പത്രോസ്യയുടെ മാതാപിതാക്കളൊക്കെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. നോക്കുക, അത്രയും ഭാഗ്യപ്പെട്ട ഒരു ജീവിതമാണ്. ഇന്നും ഇതുപോലെ വിശുദ്ധമായിട്ടുള്ള ജീവിതങ്ങളുണ്ട്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ പറയും, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ 2 ജീവിക്കുന്ന വിശുദ്ധരുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ കാട്ടിത്തരുന്നത് അപ്പനും അമ്മയിലേക്കുമാണ്. എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഇപ്രകാരം, അച്ഛാ ഇതിൽ കൂടുതൽ അങ്ങനെ അവർക്ക് വിശുദ്ധമായിട്ട് ജീവിക്കുക, ഇത്രമാത്രം വിശുദ്ധി. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ക്രൂശിത രൂപം പോലെ ഞങ്ങളുടെ മുമ്പിൽ വിരിച്ച കരങ്ങളുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപ്പനെയും അമ്മയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അങ്ങനെ അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാതിരിക്കാനാവുക? അവരൊക്കെ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ ആദ്യമേ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ്, എന്റെ അപ്പനും അമ്മയും വിരിച്ച കരങ്ങളുമായിട്ട് ആ പ്രഭാതത്തെ ഞങ്ങളെ സ്വീകരിക്കുന്നത്, ഞങ്ങളെ ഉണർത്തുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പച്ചയെ കണ്ണ് നനയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം, അല്ലാതെ അമ്മയ്ക്കെതിരെ എങ്ങനെ ഭാരപണിയാവുന്നല്ല. അല്ലെങ്കിൽ ഒരു മരുമകൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വിരിച്ച കരങ്ങളുമായിട്ട് നിൽക്കുന്ന അപ്പന്റെയും അമ്മയുടെയും ജീവിതം കണ്ട് മരുമകൻ പഠിക്കണം. മക്കളെ വളർത്തുമ്പോൾ ഇതുപോലെയുള്ള സത്യങ്ങളിലൂടെ വളർത്തണം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കണ്ണുനീരും കഷ്ടപ്പാടുകൾക്കും വേണ്ടിയാണ് നമ്മൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. തന്നതിനൊക്കെ ഈ ജോബ് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് തന്നു. ആദ്യമേ അവൻ പറയുന്നത് കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്നാണ് അടുത്ത പറയുന്നത്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടട്ടെ. ആദ്യമായിട്ട് അവൻ പ്രാർത്ഥിക്കുന്നത് തന്നതിനെ കുറിച്ച് തന്നെ പറയുക. സ്നേഹമുള്ളവരെ, നാളിതുവരെ ദൈവം തന്ന ആഴമേറിയ ബോധ്യങ്ങൾ അലങ്കോലപ്പെടുത്തിയോ എന്ന് ചിന്തിക്കണം. നാളിതുവരെ ദൈവം തന്ന ആഴമേറിയ ബോധ്യങ്ങൾ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടോ?
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ദൈവത്തെ കൂട്ടുപിടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില്, ദൈവം കൂടെയുണ്ടെന്ന് ചിന്തിച്ച് ധ്യാനിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തില് തമ്പുരാൻ തന്നിരിക്കുന്ന ആനന്ദം എത്രമാത്രം അർത്ഥത്തോടുകൂടിയാണ് സ്വീകരിച്ചതെന്ന് ചിന്തിക്കുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ പരിസരങ്ങളില് കാലഹരണപ്പെടാത്ത ചില നല്ല മൂല്യങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠതയോടുകൂടി ഓർക്കണം. മുലപ്പാലിനൊപ്പം മൂല്യങ്ങൾ ചാലിച്ചു കൊടുത്ത ജീവിതങ്ങളായിരുന്നു അമ്മമാരുടെ. വിയർപ്പിനോടൊപ്പം വിശക്കുന്നവന്റെ മുഖം കാട്ടിക്കൊടുത്ത് ജീവിച്ച ജീവിതങ്ങളായിരുന്നു അപ്പന്മാരുടേത്. ചിന്തിക്കണം. ഭംഗിയുള്ള ഭാഷ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, മറിച്ച് അതൊക്കെ ആ ഒരു ഭാഷ പറയുമ്പോഴും അത് കൊള്ളുന്ന ഭാഷയായിരിക്കും. ക്രിസ്തുവും ഭംഗിയുള്ള ഭാഷയല്ല സംസാരിച്ചത്. വയൽപ്പൂക്കളും ആകാശപ്പറവും വിധവയുടെ 2 ചെമ്പത്തൊട്ടുകളും ക്രിസ്തുവിന്റെ ഭാഷയും ഭംഗിയുള്ള ഭാഷയായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേര് പറയുന്നുണ്ട്, എന്റെ മക്കളെ കയ്യിലെടുത്തോടി, ഇതെന്റെ ശരീരമാണെന്ന്, ഇതെന്റെ രക്തമാണെന്ന് പറയുവാൻ സാധിക്കും. ഒരു പുരോഹിതൻ അപ്പം എടുത്ത് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ എടുത്തിട്ട് പറയുന്നത് ഇതെന്റെ ശരീരവും രക്തമാണെന്ന് പറയുന്ന പോലെ നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഇതെന്റെ ശരീരമാണെന്ന് മറ്റുള്ളവരോട് എന്റെ മക്കളെ കാട്ടിക്കൊടുത്തുകൊണ്ട്? അങ്ങനെ പറയണമെങ്കിൽ മക്കൾ ഉദരത്തിൽ ജനിക്കുന്നതിന് പകരം ഹൃദയത്തിൽ ജനിക്കണം. ഹൃദയത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്നവർക്ക് തങ്ങളുടെ മക്കളെ എടുത്തു വെച്ചിട്ട് പറയുവാൻ സാധിക്കും ഇതെന്റെ രക്തമായി, ഇതെന്റെ ശരീരമാണെന്ന് പറയുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഓർക്കണം, ക്രിസ്തു പഠിപ്പിച്ച ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്തു പഠിപ്പിച്ച ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. സ്വന്തം കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കാട്ടിക്കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുന്ന ഏതൊരു അപ്പനും അമ്മയ്ക്കും പറയുവാൻ സാധിക്കും അവരാ വഴിയെ നടക്കുമ്പോൾ ഇതെന്റെ ശരീരമാണ്. ഒരു പുരോഹിതനെ പോലെ തന്നെയാണ് ഒരു മാതാവും പിതാവും എന്ന് നമുക്കറിയാം. പൗരോഹിത്യം പോലെ തന്നെ ശ്രേഷ്ഠമാണ് കുടുംബജീവിതമെന്ന് നമുക്കറിയാം. പൗരോഹിത്യത്തിൽ തമ്പുരാൻ വാഴ്ത്തിവിടമ്പുന്ന ജീവിതം പോലെ തന്നെയാണ് കുടുംബജീവിതത്തിലെ മാതാപിതാക്കളുടെ ജീവിതം തമ്പുരാൻ വാഴ്ത്തിവിടമ്പിയ ജീവിതം. ആശീർവദിക്കപ്പെട്ട ജീവിതമാണ്, അനശ്വരമാക്കപ്പെട്ട ജീവിതമാണ്, അർപ്പിക്കപ്പെട്ട ജീവിതമാണ് നിങ്ങൾ. അതുകൊണ്ട് കുറച്ച് കാണരുത്, ഒരിക്കലും കുറച്ച് കാണരുത്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശ്രേഷ്ഠതയോടുകൂടി കാണണം. ശ്രേഷ്ഠതയോടുകൂടി കാണുന്നവർക്കൊക്കെ ഈ ആനന്ദത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാനെ, ഈ രാത്രിയുടെ യാമങ്ങളില് ഏതാനും ചില ചിന്തകളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ആനന്ദം അർത്ഥം കണ്ടെത്തിയവരുടെ അവകാശമാണെന്ന് പറയുമ്പോഴൊപ്പം ഒരുപാട് കടമകളും ഈ ആനന്ദം സ്വീകരിക്കുവാൻ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ അവകാശമായ ആനന്ദം നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് കടമകൾ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. തമ്പുരാനെ, ആ കടമകളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. എന്റെ മക്കള്, എന്റെ ജീവിത പങ്കാളി, ഇവരുമായിട്ടുള്ള എന്റെ ജീവിതം, ഈ കടമകൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഞാൻ ഉണർന്നാണ് ജീവിച്ചത്, ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ജീവിച്ചത്, ഉറഞ്ഞു പോയതാണ് എന്റെ ഉറവയുള്ള ജീവിതമായിരുന്നോ എന്റേത്, ഇരുത്തിപ്പോയ എന്റെ ജീവിതം എന്നൊക്കെ ആരെങ്കിലും ഇടർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. കാരണം ഇതെല്ലാം എന്റെ ആനന്ദത്തിന് തടസ്സം നിൽക്കും, എന്റെ ദൈവം നൽകുന്ന ആനന്ദത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ടും വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിനായിട്ടും ഒരുങ്ങുമ്പോൾ തമ്പുരാനെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ഇത്രയും കൂടെയൊക്കെ വെളിച്ചത്തോടുകൂടിയൊക്കെ ജീവിക്കുവാനുള്ള കൃപ തരണമേ. കണ്ണു തുറന്നാൽ കാഴ്ച ലഭിക്കണമെന്നില്ല, മറിച്ച് കണ്ണു തുറക്കുന്നതോടൊപ്പം തന്നെ ഹൃദയം കൂടെ തുറക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. കാരണം കർത്താവിനെ കാണണമെങ്കിൽ ഹൃദയം കൂടെ തുറക്കണം. ഇന്ന് കുടുംബത്തില് പല ഹൃദയങ്ങളും അടഞ്ഞിരിക്കുന്നുണ്ട്. കണ്ണുകളൊക്കെ തുറന്നാണ്, ചെവി തുറന്നാണ് അവർ ജീവിക്കുന്നെങ്കിലും അവർ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ കാർമേഘങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. കുടുംബത്തിന് മുകളിലെ കർത്താവ് ഇരിക്കുന്നതിന് പകരം കാർമേഘങ്ങളാണ്, കറുത്തിരണ്ട കാർമേഘങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ, തമ്പുരാനെ, എന്റെ ജീവിതത്തിലെ കാർമേഘങ്ങൾ മാറ്റി നീയാകുന്ന ആനന്ദം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.